ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനും അമ്മയും അനിയത്തിയും കൂടെ പൊങ്കാല ഇടാൻ വേണ്ടി ആറ്റുകാല് പോയേക്കുവാണ്. ആറ്റുകാല് പോയിട്ട് അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളാണ്ട് ഞാനും അനിയത്തിയും കൂടെ കല അലങ്കരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കലത്തിൽ പൂ കെട്ടാനുണ്ടായി. പൂവൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് അത് ശരിയായില്ല. എന്നിട്ട് അമ്മയും കൂടെ സഹായിക്കാൻ വന്ന് അമ്മയാണ് പിന്നെ കെട്ടിത്തന്നത്. പിന്നെ ഞങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം അലങ്കരിച്ചു, കല്ലേൽ അലങ്കരിച്ചു. പിന്നെ ഞങ്ങൾ ചിരട്ടത്തവിയാണ്. വേണ്ട അമ്മ ഒന്ന് സഹായിച്ചു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് കെട്ടാൻ പറ്റില്ല. പിന്നെ അമ്മ വന്നത് കെട്ടി. അമ്മ വന്നിട്ട് വേണ്ടത് പൊട്ടി പോവാണ്. പിന്നെ അത് അവസാനിപ്പിക്കുക. നിങ്ങൾ കണ്ട എത്ര മണിക്കൂർ നേരം കണ്ടാണ് കെട്ടിയെന്നുണ്ടോ. അങ്ങനെ അത് കെട്ടി ഒരു നല്ല ഇതാക്കിയാണ് വെച്ചത്. പിന്നെ അനിയത്തി ഇതിലൊക്കെ തൊട്ട് നോക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് അരിക്ക് ഫോൺ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇത് കണ്ടടച്ചു. ഓടി വരുന്നു. ഞങ്ങളുടെ അടുത്ത ആളോട് വരുന്നു. പിന്നെ ഇത് മൂടി വെച്ചേക്കുവാണ്. പിന്നെ ഗണപതിക്ക് വെക്കാനുള്ള ഇല ഇട്ടു. അതെല്ലാം അനിയത്തി തന്നെയാണ് വെച്ചത്. പിന്നെ അവലിട്ടു. അവലും മഴലും ഒക്കെ ഇട്ടേക്കുവാണ്. അതെല്ലാം അവൾ തന്നെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് മുന്തിരിങ്ങയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ അതെല്ലാം ഇട്ടു. പിന്നെ ചട്ടിവിളക്ക് കത്തിച്ചു. പിന്നെ പഴം ഒഴിഞ്ഞു വെച്ചു. പിന്നെ സാമ്പ്രാണി കുത്തി വെച്ചു. കർപ്പൂരം സൈഡിൽ വെച്ചു. ചട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കത്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ കലം കഴുകിയിട്ട് കലത്തിൽ വെള്ളം ഒഴിക്കുന്നു. പിന്നെ ചട്ടി അതിനകത്ത് എണ്ണ ഒഴിക്കുന്നു. പൂവിടാണ് അതിക്ക് വെച്ചത്. പൂവിട്ട് കൊടുത്തു. പിന്നെ വേണ്ട അവള് കിടന്ന് കറങ്ങുന്നതാണ്. ഒട്ടും പിന്നെ വേണ്ട വിറകൊക്കെ വെച്ചു. അല്ലാണ്ട് വിറകൊക്കെ കുത്തിയിട്ടാണ് വെച്ചത്. എല്ലാതും വിറക് വെച്ചു. പിന്നെ വേണ്ട വെള്ളമാണ് വെച്ചത്. വെള്ളം ടാങ്ക് ഞങ്ങൾ പിന്നെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങളാണ്ട് അവിടെ കയറിയിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഒരു പള്ളിയിൽ അടുത്തായിട്ട് അതുകൊണ്ട് അവിടെ കസേരയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു.
തീ കത്തിക്കുകയാണ്. കത്തിക്കാൻ വേണ്ടിയാണ് തീ കത്തിക്കുകയാണ്. ഞങ്ങളും കത്തിച്ചു. അടുത്തതായിട്ടും നമ്മൾ അരി എടുത്ത് പാത്രത്തിലോട്ടിട്ട് കണ്ടോ. എന്നിട്ട് ഇനിയും അരി ഒന്ന് കഴുകണം. കണ്ടോ, അരി കഴുകിക്കൊണ്ടിരിക്കണം. നല്ലതായിട്ട് അരി കഴുകണം. നല്ലതായിട്ട് അരി അങ്ങ് കഴുകിക്കൊണ്ടിരിക്കണം. ഉണ്ട് വെള്ളം കൊണ്ട് കളഞ്ഞു. അടുത്ത വശം വെള്ളം എടുത്ത് കൊണ്ട് കളഞ്ഞു. അങ്ങനെയാണ്. എന്നിട്ട് വീണ്ടും കത്തിച്ചു അരി എൻ്റെ കലത്തിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അരി ഇട്ടുകൊണ്ട് തന്നെ അവലും അരിക്കുണ്ടല്ല ഇനി അതെല്ലാം തിളയ്ക്കാൻ വേണ്ടിയാണ് അത് തിളക്കണം. എൻ്റെ തിളച്ച് തൂവിട്ടാണ്. തിളച്ച് നല്ലപോലെ ആഹാരം സ്വീകരിക്കേണ്ട പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് മേടിക്കേണ്ടത്. ഇല്ലാത്തവർക്ക് പ്ലേറ്റ് തരുന്നതാണ്. ആഹാരം സ്വീകരിക്കാൻ
ാണ് ഈ പറയുന്നത്.